بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم من عذابه لشديد ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, ജഗന്നിയന്താവും അളവറ്റ ദയാലുവും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനപൂർവം അനുധാവനം ചെയ്ത് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും മുത്തഖികളോടൊപ്പം കുടുംബസമേതം സ്വർഗാവകാശികളാവാനും ഇടയാകുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ജനിച്ച് ഒന്നുമില്ലായ്മയിൽ തുടങ്ങി എല്ലാം നേടി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വിട പറയേണ്ടവരാണ് നമ്മൾ. നമുക്ക് എഴുന്നേൽക്കാൻ തുടക്കകാലത്തും അവസാന കാലത്തും പരസഹായം ആവശ്യമാണ്. നമ്മെ വസ്ത്രം ധരിപ്പിക്കാനും വിസർജ്യങ്ങൾ കഴുകി വൃത്തിയാക്കാനും നമുക്ക് ഭക്ഷണം നൽകാനുമൊക്കെ
നമ്മുടെ തുടക്കത്തിൽ ആളുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഒടുക്കത്തിലും ആവശ്യമുണ്ടാകും. ഇതിനിടയിലൊരല്പകാലം ഇവിടെ കഴിഞ്ഞുകൂടാൻ ആവശ്യത്തിലധികം നിഅമത്തുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അതെന്തൊക്കെയാണ് എത്രയൊക്കെയാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ സാധിക്കില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞു. കാഴ്ചയായി, കേൾവിയായി, ആരോഗ്യമായി, ബുദ്ധിശക്തിയായി, സൗന്ദര്യമായി, വീടായി, കുടുംബമായി, മാതാപിതാക്കളായി, അങ്ങനെ അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകും. പക്ഷേ നിഅമത്തുകൾ നൽകപ്പെടുമ്പോൾ മനുഷ്യരിൽ ഭൂരിപക്ഷവും വന്ന വഴി മറക്കുന്നു, കടന്നു ചെല്ലാനുള്ള വഴിയും മറക്കുന്നു. എന്നിട്ട് ആരെയും അംഗീകരിക്കാതെ, ആരെയും അനുസരിക്കാതെ, ധാർഷ്ട്യത്തോടെ, തെല്ല അഹങ്കാരത്തോടെ, ദുരഭിമാനത്തോടുകൂടി ആണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതും സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയുണ്ടായി, ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാന്മാർക്ക് ചുറ്റുപാടുകളിൽ, രാവുപകലുകളിലൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ പറ്റിയ ഗുണപാഠങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ എവിടെ നോക്കിയാലും അവർക്ക് അല്ലാഹുവെ ഓർമ്മ വരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞു പോകും, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സംവിധാനിച്ചതല്ല എന്ന്. ഒരു മാവിൽ ഒരു പൂവുണ്ടാകുമ്പോൾ ആ പൂവ് മുകളിലേക്ക് തല ഉയർത്തിയാണ് നിൽക്കുക. എന്നാൽ അത് മാങ്ങയായി മാറുമ്പോൾ ഒന്നുമില്ലായ്മയിൽ തല ഉയർത്തി നിൽക്കുകയും അതൊരു വലിയ മാങ്ങയായി മാറുന്നതിനനുസരിച്ച് അത് താഴ്ന്ന് വരികയും ചെയ്യും. അതൊരു ചക്കയാവട്ടെ, കവുങ്ങാവട്ടെ, തെങ്ങാവട്ടെ, അതിൻ്റെയൊക്കെ പൂക്കുലകൾ വിരിയുന്നത് ആരടാ ചോദിക്കാൻ എന്ന ഭാവത്തിൽ ആകാശത്തേക്ക് തല ഉയർത്തിയാണ്. പക്ഷെ വളർന്നു വരുന്നതിനനുസരിച്ച് അതിൽ കാമ്പും വെള്ളവും മധുരവുമൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ മറ്റുള്ളവർ കയറ് കെട്ടി കൊടുക്കേണ്ടുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ കാണുന്ന വിശ്വാസി പറയണം, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, റഹ്മാനായ റബ്ബേ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എനിക്ക് നിഅമത്തുകൾ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അകലുന്നു, കുടുംബത്തിൽ നിന്ന് അകലുന്നു, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും എന്നെ അനുസരിക്കണം, എനിക്ക് മുമ്പിൽ വിനയമുള്ളവരാവണം, താഴ്മയുള്ളവരാവണം എന്നാണല്ലോ എൻ്റെ ഭാവം. റബ്ബന മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ എങ്ങനെ വാഴ്ത്തിയാലും മതിയാവില്ല. ഫഖിനാ അദാബന്നാർ, ഇതുപോലെ വിനയമുള്ളവരായി, എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി, സത്യസന്ധരായി, സൽസ്വഭാവികളായി ജീവിച്ചു മരിക്കാനിടയാകുന്നവരിൽ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ റബ്ബേ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് അവർ പ്രാർത്ഥിക്കും എന്നാണ്. മുഅ്മിനീങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ 10 സ്ഥലങ്ങളിൽ പേരെടുത്തു പറഞ്ഞ മഹാനവറുകളാണ്. പ്രവാചകന്മാരുടെ പരമ്പരയിൽ
ഭൗതിക മേഖലയിൽ ഇത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാക്കിയ, ഇത്രമാത്രം അനുഗ്രഹീതനായ മറ്റൊരാളില്ല. ജനിച്ചു വീഴുന്നത് ചക്രവർത്തി കുമാരനായിട്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ നിലയിലും ഭൗതിക ജീവിതത്തിന്റെ എല്ലാ സുഭിക്ഷതകളും സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഒരു കുറവും അദ്ദേഹത്തിന് ഒന്നിലും വന്നിട്ടില്ല. പ്രവാചകനായപ്പോഴാവട്ടെ കാറ്റ് അദ്ദേഹത്തിന് കീഴ്പ്പെടുന്നു, പിശാചുക്കൾ അദ്ദേഹത്തിന്റെ തൊഴിലാളികളായി മാറുന്നു, ജിന്നുവർഗങ്ങൾ അദ്ദേഹത്തിന്റെ പടയാളികളായി മാറുന്നു, കെട്ടിട നിർമ്മാണ തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും പ്രതിമാ നിർമ്മാണക്കാരും പടയങ്കി ഉണ്ടാക്കുന്നവരും ഒക്കെയായി ജിന്നു പിശാചുക്കൾ അദ്ദേഹത്തിന് കീഴൊതുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. പക്ഷികളുടെ സംസാരം മനസ്സിലാക്കാൻ കഴിയുന്നു, ഉറുമ്പുകളോട് സംവദിക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ ഒരു അപസർപ്പക കഥയിലെ നായകനെ പോലെ, അല്ലെങ്കിൽ ഒരു മായാജാല കഥകളിലൊക്കെ കാണുന്ന ഒരു കഥാനായകനെ പോലെ പിൽക്കാലത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അനുഗ്രഹീതനായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരിക്കെ അദ്ദേഹം ചക്രവർത്തി പദത്തിലേക്ക് പിതാവിന് ശേഷം ഉയർത്തപ്പെടുന്നു. പ്രവാചകനാണ്, ചക്രവർത്തിയാണ്, മനുഷ്യന്റെ കണ്ണ് തള്ളിപ്പോകുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നിപ്പോയി, എന്നോളം മെച്ചപ്പെട്ട ഒരാൾ, എന്നെക്കാൾ അധികാരമുള്ള ഒരാൾ, എന്റെ സിംഹാസനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ എവിടെയുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. നമ്മിൽ പലർക്കും ഇപ്പോഴുള്ളതുപോലെ ആ തോന്നൽ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി തീരുമാനിക്കുകയും തന്റെ ലോകോത്തരമായ രാജസിംഹാസനത്തിൽ അദ്ദേഹം ഒന്ന് മുഖം കഴുകാൻ പുറത്തിറങ്ങിയ സമയത്തിനുള്ളിൽ ആ സിംഹാസനത്തിന്റെ ഇരിപ്പിടത്തിന്മേൽ ഒരു ചാപ്പിള്ളയെ കൊണ്ടുപോയി അള്ളാഹു നിക്ഷേപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, മനസ്സിലാക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനാണ്, മഹാവിജ്ഞാനിയാണ്. എന്നിട്ടു പോലും ഒരു നേരിയ അബദ്ധം സംഭവിച്ചപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, വലഖദ് ഫതന്നാ സുലൈമാൻ, സുലൈമാന് നാം ഒരു പരീക്ഷണം ഏർപ്പെടുത്തി. ആ പരീക്ഷണത്തിന് അവസാനം ഫഅൽഖൈനാ അലാ കുർസിഹി ജസദൻ സുമ്മ അനാബ്, ആ രാജകീയ സിംഹാസനത്തിൽ ഞാനൊരു ചാപിള്ളയെ കൊണ്ടുപോയി വെച്ച് ഒരു വലിയ പാഠം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. എന്താണ് ആ പാഠം? ഞാൻ എത്രയൊക്കെയാണെങ്കിലും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഗതി, ഞാൻ എത്രയൊക്കെയാണെങ്കിലും എന്നെ ആദ്യം കൈപിടിച്ച് നടത്താൻ, എന്റെ വിസർജ്യം കഴുകാൻ ആള് വേണ്ടിയിരുന്നു. ഇപ്പൊ ഞാൻ ആരൊക്കെയാണെങ്കിലും അടുത്ത നിമിഷവും അതിനൊക്കെ ആള് വേണ്ടി വരുമെന്ന ചിന്ത, എന്റെ ആധിപത്യത്തെ പിടിച്ചു കുലുക്കാൻ ആർക്കും കഴിയില്ല എന്ന തോന്നൽ ശരിയല്ല. ഇതെല്ലാം എനിക്ക് റബ്ബ് തന്ന നിഅമത്തുകളാണ്. റബ്ബ് ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. അതിനപ്പുറം റബ്ബ് വിചാരിച്ചാൽ ഒരു ചാപ്പിള്ളക്ക് പോലും കയ്യേറാൻ കഴിയുന്ന ആധിപത്യമേ എനിക്കുള്ളൂ എന്ന മഹത്തായ പാഠം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. എന്താ പറയാ, സുമ്മ അനാബ്, അതോടുകൂടി അദ്ദേഹം വിനയമുള്ളവനായി മാറി. മുഅ്മിനീങ്ങളെ, ഇക്കഥ, ഈ സംഭവം ഇവിടെ പറയാനുള്ള കാരണം എന്താ? നമ്മൾ അന്നാ പറഞ്ഞ സംഗതി തന്നെ, മാ കാന ഹദീസൻ യുഫ്തറ, ഇതൊരു കെട്ടുകഥയല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈ, ചരിത്രമാണത്, സംഭവിച്ചതാണത്. വതഫ്സീല കുല്ലി ശൈഇൻ,
ഇത് വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിൽ ചിന്തിക്കാനും കണ്ടെത്താനും തിരിച്ചറിയാനുമുള്ള സർവമാന കാര്യങ്ങളും അതിലുണ്ട്. നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒരു അവസ്ഥ. ദാവൂദ് അലൈഹിസ്സലാം അധികാരത്തിലിരിക്കുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാം ചെറുപ്പ യുവാവായിരിക്കുന്നു. ബാപ്പയുടെ മുമ്പിൽ രണ്ടാളുകൾ വരുന്നു. എന്താണ് പ്രശ്നം? ഒരാളുടെ കൃഷിയിടത്തിൽ മറ്റേയാളുടെ ആട്ടിൻ പറ്റം ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിച്ച് മുഴുവൻ തിന്നു തീർത്തു. ആട്ടിൻ പറ്റത്തെ കൃഷിയുടെ ഉടമസ്ഥൻ പിടിച്ചു വെച്ചു. ആട്ടിൻ പറ്റത്തെ തിരിച്ചു കിട്ടണമെന്ന ആട്ടിൻ പറ്റത്തിന്റെ ഉടമയും കൃഷിയിലുണ്ടായ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് കൃഷി ഉടമസ്ഥനും. ദാവൂദ് അലൈഹിസ്സലാം ഒരു വിധി പറഞ്ഞു. ആട്ടിൻ പറ്റത്തെ കൃഷി ഉടമസ്ഥന്റേതാക്കി പ്രഖ്യാപിച്ചു. നഷ്ടം വന്നല്ലോ. അപ്പൊ അവിടെ നിന്ന് വിധി പറഞ്ഞിറങ്ങുമ്പോൾ വാപ്പയോട് മകൻ പറഞ്ഞു, വാപ്പ അങ്ങനെയല്ലല്ലോ, ഞാനതൊരു കുറച്ചുകൂടി നല്ലൊരു കാര്യം പറഞ്ഞുതരാം, വാപ്പ വേണേ സ്വീകരിച്ചാൽ മതി, നിങ്ങൾ പഠിച്ചോളിട്ട. എന്താ മോനെ? അപ്പൊ മകൻ പറഞ്ഞെടുത്തു, വാപ്പ സംഗതി കൃഷി ഉടമസ്ഥന് നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ആട്ടിൻ പറ്റത്തെ അയാൾ കൊണ്ടുപോയിക്കോട്ടെ, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രോമവും പാലും ഒക്കെ അയാൾ ഉപയോഗിക്കട്ടെ. ഇയാളുടെ വരുമാനാണല്ലോ മുട്ടിയത്. അതിന് കാരണക്കാരൻ ഈ ആട്ടിൻരവനാണല്ലോ, ആട്ടുടമസ്ഥനാണല്ലോ. അയാൾ ഈ കൃഷി രണ്ടാമത് കൃഷി ചെയ്യുകയും ചെയ്യട്ടെ. ഇത് വിളവെടുക്കുന്ന ദിവസം അയാൾ ആട്ടിൻ പറ്റത്തെ തിരിച്ച് ഇയാൾക്ക് കൊടുക്കണം. രണ്ടു പേർക്കും ശാശ്വതമായ നഷ്ടം ഉണ്ടാവാതിരിക്കണം. അതല്ലേ വാപ്പ നല്ലത്? അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഹംനാഹാ സുലൈമാൻ. ആ വിഷയത്തിലെ യഥാർത്ഥ നിലപാട് ഞാൻ സുലൈമാൻ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട്, പ്രിയപ്പെട്ടവരെ, സൂറത്ത് നംലിന്റെ 19-ാമത്തെ ആയത്തിൽ അദ്ദേഹം പറയും, അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം, അതിൽ ജിന്നുണ്ട്, പിശാചുക്കളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുമുണ്ട്, എല്ലാവരോടും ഒപ്പം ഒരു സഞ്ചാരം നടത്തുമ്പോൾ ഉറുമ്പുകളുടെ ഒരു താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ സൂറത്ത് നംല് എന്ന് പേര് വന്നത്. 27-ാം അധ്യായം. ഈ മഹാസൈന്യം വരുന്നത് കണ്ടപ്പോൾ എറുമ്പുകളുടെ കൂട്ടത്തിലെ മുതിർന്നയാള് അത് നിലവിളിച്ചുപോയി, സുഹൃത്തുക്കളെ, സുലൈമാനും സൈന്യവും വരുന്നു, അവരിതിൽ കടന്നുപോയാൽ നമ്മളെ ചവിട്ടി അരക്കും, അതുകൊണ്ട് എല്ലാവരും വീടുകളിലേക്ക് മാറുവീൻ, മാടങ്ങളിലേക്ക് മാറുവീൻ. വഹും ലാ യശഊറൂൻ. നമ്മളിവിടെ ഉള്ളത് പാവങ്ങളായ, നമ്മളെ നിസ്സാര ജീവികളായ നമ്മളെ അവർ കണ്ടുകൊള്ളണമെന്നില്ല. ആ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. മുഫസ്സിറുകൾ പറയും, അതൊരു മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള യാത്രയായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സംസാരം മനസ്സിലാക്കിയിട്ട് സൈന്യത്തെ അവിടെ നിർത്തി. എന്നിട്ട് അദ്ദേഹം ആകാശത്തേക്ക് കൈയുയർത്തി. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ആ ഉറുമ്പിന്റെ സംസാരം മനസ്സിലായ സന്തോഷത്തോടു കൂടി അദ്ദേഹം അല്ലാഹുവോട് പറഞ്ഞു, ഖാല റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. മുഅ്മിനീങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. സൂറത്ത് നംലിന്റെ 19-ാമത്തെ ആയത്ത്, 27-ാം അധ്യായം. അദ്ദേഹം പറഞ്ഞു, റബ്ബി ഔസിഅനി, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ പ്രോത്സാഹനം നൽകണമേ. എന്തിനാണ്? അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ കണക്കറ്റ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മള് ഇപ്പൊ എവിടെയാണ്? നമ്മളിൽ മൃഗീയ ഭൂരിപക്ഷത്തിനും അങ്ങനെ ഒരു പ്രാർത്ഥന ഖുർആനിൽ ഉണ്ട് എന്നറിയോ? അറിയാവുന്നവർ നിത്യജീവിതത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ടോ? ഓരോ ദിവസവും കടന്നു പോകുന്ന ഓരോ നിമിഷവും നിഅമത്തുകളാൽ അനുഗ്രഹീതരാണ് നാം. ഓരോ ശ്വാസവും ഓരോ ഉച്ഛ്വാസവും പുതിയ പുതിയ നിഅമത്തുകളാണ്.
ഓരോ നിമിഷത്തെയും നമ്മുടെ കാഴ്ചശക്തിയുടെ നിലനിൽപ്പ് അനുഗ്രഹമാണ്. കേൾവി ശക്തിയുടെ, ബുദ്ധിശക്തിയുടെ, ആരോഗ്യത്തിന്റെ എല്ലാമുള്ള ഓരോ നിമിഷവും നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് അതിൻ്റെ ഉടയവനോട് റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, റബ്ബേ ഇതിനൊക്കെ നന്ദി കാണിക്കാൻ നീ തൗഫീഖ് നൽകിയാലല്ലാതെ കഴിയില്ല പടച്ചവനെ. അതുകൊണ്ട് ഇതിനൊക്കെ നന്ദിയുള്ളവനായിരിക്കാൻ തൗഫീഖ് ഏകണമേ റബ്ബേ. പിന്നെയോ വഅൻഅമല സാലിഹൻ തർലാഹു, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ജുമഅക്ക് ശേഷമുള്ള ഈ സെക്കൻഡ് മുതലുള്ള എന്നെ കേൾക്കുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം വഅൻഅമല സാലിഹൻ തർലാഹു, പടച്ചവരെ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ ആവശ്യമാണ്, ആഗ്രഹമാണ്, തേട്ടമാണ്, പ്രാർത്ഥനയാണ്, എത്ര സങ്കടത്തോടു കൂടിയ നിലവിളിയാണ്. വഅൻഅമല സാലിഹൻ തർലാഹു, വാക്കായി നോക്കായി, ഊണായി ഉറക്കമായി, ഇരുപ്പായി കിടപ്പായി, ചിന്തയായി പ്രവൃത്തിയായി, നമ്മളൊരു ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായി തീരണമെങ്കിൽ റബ്ബിന്റെ കടാക്ഷം വേണം പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ തൗഫീഖ് വേണം പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ നിഅമത്ത് വേണം പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ പിന്തുണ വേണം പ്രിയപ്പെട്ടവരെ. വഅൻഅമല സാലിഹൻ തർലാഹു, എന്നിട്ടും നിർത്തിയില്ല. അദ്ദേഹം പറയാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, എന്റെ രക്ഷിതാവേ എനിക്ക് മുന്നേ മരണപ്പെട്ടു പോയ നിന്റെ ഇഷ്ടക്കാരായ സച്ചരിതരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. വഅദ്ഖിൽനി ബിറഹ്മതിക, റബ്ബേ അവരുടെ കൂട്ടത്തിൽ നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട മതപ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഉൾപ്പെടെ ഈ മഹാനായ മനുഷ്യൻ, ഈ മഹാനായ പ്രവാചകൻ കൊട്ടയും മുറവും തുന്നിയിട്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിനയത്തിന്റെ നിറകുടം, ലാളിത്യത്തിന്റെ നിറകുടം, അല്ലേ, താഴ്മയുടെ നിറകുടം, ഔന്നത്യങ്ങളിൽ എത്തുന്നതോടൊപ്പം എത്തുന്നതിനനുസരിച്ച് ജീവിതം താഴേക്കിടയിലുള്ളവരോടൊപ്പം ആക്കി തീർക്കാനുള്ള ശ്രമം. വസ്ബിർ നഫ്സക, ഇന്ന് നമ്മൾ ഓതിയ ആയത്താണ് അല്ലേ, സൂറത്തുൽ കഹ്ഫ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹ, അല്ലാഹുവിനെ മോഹിച്ച്, അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ച്, അള്ളാഹുവിലേക്ക് മനസ്സ് വിനയപ്പെടുത്തിയ സാധാരണക്കാരോടൊപ്പം നബി തങ്ങളെ അങ്ങയുടെ മനസ്സും ശരീരവും ജീവിതവും നിലപാടുകളും താഴ്ത്തിക്കൊണ്ടുവരാൻ താങ്കൾ പരിശ്രമിക്കണം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചവരാണ് പ്രവാചകന്മാർ അഖിലവും. വിശിഷ്യ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഖുർആനും പരിചയപ്പെടുത്തുന്നത് ഒരു അപസർപ്പക കഥയിലെ നായകനായിട്ടല്ല, ഒരു മായാചാരക്കാരനായിട്ടല്ല, ഒരു മഹാനായ ചക്രവർത്തിയായിട്ടല്ല, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെയും ഒരുപോലെ യോജിപ്പിച്ച ഔന്നത്യത്തിന്റെ അങ്ങേയറ്റവും ലാളിത്യത്തിന്റെ ഇങ്ങേയറ്റവും ഒരുപോലെ യോജിപ്പിച്ച് നമുക്ക് മുമ്പിൽ അള്ളാഹു കാണിച്ചു തന്ന ജീവിത മാതൃകയാണ് സുലൈമാൻ അലൈഹിസ്സലാം. ആ വിനയത്തെ, ആ ലാളിത്യത്തെ, ആ താഴ്മയെ, ആ സൽക്കർമ്മങ്ങളോടുള്ള താല്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമികളായി മാറാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് റബ്ബി ഗ്ഫിർ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിനിൽ അമീൻ.
وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് കാതോർക്കുന്ന വിധേയരാകുന്ന നല്ല മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രാർത്ഥനകളിലൊന്ന് അല്ലാഹുമ്മ ജഅൽനി അബ്ദൻ ശുക്കൂറാണ്. അല്ലാഹുവേ, എന്നെ ഒരു നന്ദിയുള്ള അടിമയാക്കണേ റബ്ബേ. നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ഇന്നഹു കാന അബ്ദൻ ശുക്കൂറാ എന്ന്. തീർച്ചയായും അദ്ദേഹം നന്ദിയുള്ള ഒരടിമയായിരുന്നു എന്ന്. അല്ലാഹു നമ്മളോട് പറഞ്ഞത് ഫദ്കുറൂനി അദ്കുറുക്കും, എപ്പോഴും നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം, എങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ചും എപ്പോഴും ഓർമ്മയുണ്ടാകും. വസ്കുറൂനി, ആ ഓർമ്മ നിങ്ങൾ നിലനിർത്തേണ്ടത് എനിക്ക് ശുക്ർ ചെയ്തുകൊണ്ടാവണം. സുബ്ഹാനല്ലാഹ്. വലാ തക്ഫുറൂൻ, ഒരിക്കലും നന്ദി കെട്ടവരാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദ് തഅദ്ദന റബ്ബുക്കും, റബ്ബ് ഇതാ ഒരു പ്രഖ്യാപനം നടത്തുന്നു നിങ്ങളോട്. അല്ലാഹു പറയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ റബ്ബ് ഇതാ ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്താണ്? ലഇൻ ശക്കർത്തും, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ലഅസീദന്നക്കും, നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നാം തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ വലയിൻ കഫർത്തും, ഈ നിഅമത്തുകളെ നന്ദികേടിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സമുദായമേ, ഈ നിഅമത്തുകളെ നന്ദികേടിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, കഠിനമായി നിങ്ങളെ നാം ശിക്ഷിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വസ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കണം. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇതിലൊരു ആയത്തുള്ളത് മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർത്തും വ ആമൻതും. എനിക്കിതിൽ ഏറ്റവും സുന്ദരമായി തോന്നിയ, മനസ്സിൽ പിടിച്ച ആയത്താണ്. എന്താണ്? നിങ്ങൾ സൂറത്ത് നിസാഇന്റെ 147 മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, ശിക്ഷ ലഭിക്കാനുള്ള, അടി കിട്ടാനുള്ള ഒരുപാട് വൃത്തികേടുകൾ, പാപങ്ങൾ, വീഴ്ചകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. എന്താ കാരണം അറിയോ? ഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ തീരുമാനിച്ചാൽ, വ ആമൻതും, ഒന്ന് നന്നായാൽ, ഒന്ന് ഈമാൻ പുതുക്കിയിട്ട് ഒന്ന് നന്ദിയുള്ളവരായി ജീവിക്കാൻ തീരുമാനിച്ചാൽ, തെറ്റ് ചെയ്തു പോയ തെറ്റുകൾക്കൊന്നും നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റഹ്മാനാണ്, അല്ലേ? അല്ലാഹു റഊഫാണ്, അല്ലാഹു വദൂദാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ് എന്നൊക്കെ പറയുന്നത് എന്താന്ന് നോക്കാൻ നിങ്ങൾ, അല്ലേ? ചെയ്തതൊക്കെ ചെയ്തു, പറ്റിയതൊക്കെ പറ്റി, അതൊക്കെ ഞാനാണ്ട് വിടാൻ തയ്യാറാണ്. ഇനി നിങ്ങൾ നല്ലവരായാൽ സുബ്ഹാനല്ലാഹ് മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശക്കർതും വ ആമൻതും. കാരണം എന്താ? വകാനല്ലാഹു ശാക്കിറൻ അലീമാ, അല്ലാഹു സൂക്ഷ്മജ്ഞനായ, എല്ലാം നന്ദിപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറുള്ള മനസ്സുമായി നിൽക്കുകയാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നാണ് റഹ്മാനായ റബ്ബ്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ, കഴിഞ്ഞുപോയ വീഴ്ചകൾക്കൊരു പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ നല്ല ഈമാനോടെ
നല്ല ശുക്രോടുകൂടി മുന്നോട്ട് പോകാൻ ആ മനസ്സ് നിലനിർത്തി അതേ സാഹചര്യത്തിൽ ദുനിയാവിനോട് വിട പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾക്കെല്ലാം പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ സൽക്കർമ്മികളായി മുന്നോട്ട് പോകാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നാളിൽ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരോടൊപ്പം മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം സ്വർണ്ണ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ ഗഫൂറെ. ഞങ്ങളുടെ വീഴ്ചകൾ മാപ്പാക്കണമേ ഗഫൂറെ. ഞങ്ങൾക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ച് തരണമേ റഹ്മാനെ. നിന്റെ ഞങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകളിലെല്ലാം ബറക്കത്ത് നിലനിർത്തി തരണമേ റഹ്മാനെ. നിനക്ക് നന്ദി കാണിക്കാൻ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കാൻ തൗഫീഖ് ഏകണമേ റഹ്മാനെ. കൂടുതൽ ഇബാദത്തുകളിലൂടെ ദിക്റുകളിലൂടെ ദുആകളിലൂടെ നിന്റെ പ്രീതി പിടിച്ചു പറ്റുന്നവരിൽ ഉൾപ്പെടാൻ പ്രോത്സാഹനം നൽകണമേ റഹ്മാനെ. നീ കൈവിട്ടാൽ ഞങ്ങളൊന്നുമല്ല റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ പിടിക്കണമേ റഹ്മാനെ. കിതാബിലും സുന്നത്തിലും ഈമാനിലും തഖ്വയിലും തൗബയിലും അമല് സ്വാലിഹാത്തുകളിലും മുഴുകി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. സിറാത്തുൽ മുസ്തഖീമിൽ തൗഹീദിന്റെ സൽസരണയിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നൽകണമേ നാഥ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഞങ്ങൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണമേ റഹ്മാനെ. കൂടുതൽ ഉത്സാഹത്തോടെ ഇബാദത്തെടുക്കാനുള്ള ആരോഗ്യം നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. മർഹമത്ത് നൽകണമേ റഹ്മാനെ. ഖബറിടം വിശാലമായ സ്വർഗ പുകാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സമുദായം നേരിടുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഈ സമുദായത്തെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. സമുദായത്തെ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തണമേ റഹ്മാനെ. തൗഹീദിനു വേണ്ടി ഒരുമിക്കാൻ ഈ സമുദായത്തിൻ്റെ നേതാക്കൾക്കും ഈ സമുദായത്തിൻ്റെ പണ്ഡിതന്മാർക്കും ഈ സമുദായത്തിൻ്റെ പ്രവർത്തകർക്കും തൗഫീഖ് നൽകണമേ, സന്മനസ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ വ അജ്രി വാലിദിനാ വ അഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم أعز الإسلام والمسلمين. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.